ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ക്യൂബ് ശരിയാക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ മഞ്ഞ ഇങ്ങനെ സെൻറ്ററാക്കി പിടിക്കുക. എന്നിട്ട് മഞ്ഞയുടെ ചുറ്റും ഇങ്ങനെ പ്ലസ് പോലെ വരച്ചു വരുത്തുക. ആദ്യം ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വൈറ്റിൻ്റെ താഴെ ഒരു നിറമല്ലേ, അതിങ്ങനെ ആക്കുക. ഇങ്ങനെ ചെയ്യേണ്ട 2 പ്രാവശ്യം ഇങ്ങനെ 1 2 ചെയ്യുക. അടുത്ത സൈഡ് എടുക്കുക, വെള്ളയുടെ ഇവിടെ സെൻറ്റർ മാറ്റുക. അപ്പോൾ നമുക്ക് 1 2. അടുത്തത് ഓറഞ്ച്, അതിൻ്റെ സെൻറ്റർ മാറ്റുക 1 2. പച്ചയുടെ മാറ്റുക 1 2. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ഞയുടെ ഇവിടെയുള്ള എല്ലാം ചെയ്തില്ലേ, അപ്പോൾ നമുക്ക് അടിയിലോട്ട് വെക്കുമ്പം അടിയിലിങ്ങനെ പ്ലസ് പോലെ വരും. അങ്ങനെ വരണം. പിന്നീട് നമ്മൾ ഇത് ഫുള്ള് ഇതാക്കണ്ടേ, അപ്പോൾ നമ്മൾ വൈറ്റ് എടുത്തിട്ട് ഇവിടെയുള്ള കളർ വെക്കുക. നീലയുടെ സെൻറ്റർ ഇവിടെ വരുത്തുക. നീലയുടെ സെൻറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ടാക്കുക. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത ഓറഞ്ചിൻ്റെ ഇവിടെ അല്ല, അപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ ആക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെക്കുക. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ആയില്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ വയ്ക്കുക. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇത് പൊക്കുക, ഇങ്ങനെയൊക്കെ താത്തുക. പിന്നെ നമ്മൾ നോക്കുക വേറെ എവിടെയാണ് പച്ചയുടെ ആക്കി ശേഷം ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ടാക്കുക. പിന്നെ ഫുള്ള് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് ശരിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റത്തെ കളറുണ്ടോ, ലാസ്റ്റത്തെ ലൈൻ ഇങ്ങനെ ഫുള്ള് കറക്റ്റായിട്ടായിരിക്കും ഇരിക്കണം. കണ്ടോ? അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് കണ്ടോ, ഒരു സൈഡ് എടുക്കുക, മഞ്ഞ ഇല്ലാത്ത സൈഡ് എടുക്കുക. ഇങ്ങനത്തെ ഒരു നടുക്കലത്തെ കട്ടയിൽ മഞ്ഞ ഇല്ലാത്ത എടുക്കുക. അപ്പോൾ ഇത് ഓറഞ്ച് നീല, അപ്പോൾ ഇവിടെ ഓറഞ്ച് വരുത്തുക. എന്നിട്ട് നീല ഇവിടെയല്ലേ, നീല ഇവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുക. എന്നിട്ട് പൊക്കുക, ഇങ്ങോട്ടൊക്കെ താത്തുക. ഇനി ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെയൊക്കെ. അടുത്തത് റെഡ് ഇവിടെയല്ലേ, നീല ഇവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുക. നീല ഏത് വശത്തുള്ള അത് പൊക്കുക, ഇത് ഇങ്ങോട്ട് ആക്കുക, താത്തുക. എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ ആക്കുക. അടുത്തത് നമ്മൾ നോക്കുക, അടുത്തത് എവിടെയാണ്? ഇത് ഓറഞ്ച് പച്ച ഇവിടെ. അപ്പം നമ്മൾ ഇങ്ങോട്ടാക്കും, ഈ സൈഡ് പൊക്കും, ഇതാക്കും, താത്തും. പിന്നെ ഇങ്ങനെ. ഓക്കെ. അടുത്ത സൈഡ് വെക്കുക. റെഡും പച്ച ഇവിടെയല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കുക, പൊക്കുക, ഇങ്ങനെയൊക്കെ. കണ്ടാ? എല്ലാം ആയില്ലേ? 2 ലെയറാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെ. കണ്ടാ? അടുത്ത സ്റ്റെപ്പ് നമുക്കിതിനെ പ്ലസ് ആക്കണം. ഇപ്പോൾ നമ്മളിവിടെയുള്ള മഞ്ഞ ഇത് പിടിക്കുക, എന്നിട്ട് തിരിക്കുക, ഇങ്ങനെ പൊക്കുക, ഇങ്ങനെയാക്കുക. പിന്നെ ഇത് ഇങ്ങനെയാക്കുക. ഗൈസ്, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കണം, ഇങ്ങനെ ജെ പോലെ വന്നേക്കണം. ജെ അപ്പം ഇവിടേക്ക് ആക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആക്കുക. അപ്പോൾ കണ്ടോ, സെൻറ്ററായി. ഇപ്പം എല്ലാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ മാച്ചാക്കണം. ഇപ്പോൾ ഓറഞ്ച് ഇത് മാച്ചായിട്ടുള്ളൂ. മാച്ചാക്കണമെങ്കിൽ ഇത് പൊക്കുക, ഇങ്ങോട്ടേക്കുക, ഇങ്ങോട്ടേക്കുക 2 പ്രാവശ്യം. പച്ച അപ്പം നീക്കി കൊടുക്കുക. പച്ച മാച്ചായി, ഓറഞ്ച് മാച്ചായി, റെഡും ബ്ലൂ മാച്ചായില്ല. അപ്പോൾ പിന്നെയും അത് തന്നെ. ഇത് നോക്കുമ്പോൾ വേറെ ഒന്നും മാച്ചില്ല. അപ്പോൾ പിന്നെ നമ്മളതൊന്നും ചെയ്യുക. എന്നിട്ട് നമ്മൾ മാച്ചായിട്ട് 2 എടുക്കുക. എന്നിട്ട് മാച്ച വെക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മാച്ച അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ നിൽക്കുക. ഓക്കെ. ചെയ്യുക. മാച്ച ആവണവരെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇത് സ്പീഡ് കൂടിയ ഇങ്ങനെ പിടിക്കുക. അല്ലോ, തെറ്റിപ്പോയല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് പോയി, പ്ലസ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞ പ്ലസ് വന്നു. അപ്പോഴാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ നേരെയൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ശരിയായ ഭാഷയല്ല, അതിൻ്റെ പുറകോശം എടുക്കുക. ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ടിപ്പോൾ ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എല്ലാം ശരിയായി കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിയായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെയല്ല, ഇങ്ങനെ മഞ്ഞ മേളിൽ വെച്ച് പിടിക്കുക.
എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ എല്ലാം കറക്റ്റായിട്ടുള്ള ഭാഗം നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഗ്രീൻ, റെഡ്, യെല്ലോ ഇങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ സൈഡും പൊക്കുക, ഇങ്ങോട്ടാക്കുക, ഇത് താത്തുക, ഇതിങ്ങോട്ടൊക്കെ താത്തുക. അങ്ങനെ ചെയ്യുക. പിന്നെ നോക്കുക. ഇപ്പോൾ ബ്ലൂ പിന്നെ ഈ സൈഡ് വേറെ ഒന്നും ആയിട്ടില്ല. അന്ന് ഈ സൈഡ് തന്നെ ഒരു പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നോക്കുക. അപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ മാച്ചായി ഇങ്ങനെ കറക്റ്റായിട്ടായിരിക്കും ഇരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യെല്ലോ ഇല്ലാത്ത ഭാഗമല്ലേ, യെല്ലോ ഇല്ലാത്തതിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് യെല്ലോ ഇല്ലാത്ത ഇവിടെയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അങ്ങനെ എല്ലാം വന്നു. എന്നിട്ട് അടുത്ത സൈഡ് ഇങ്ങോട്ട് എടുക്കുക. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, അത് ചെയ്യുക. എന്നിട്ട് അടുത്ത സൈഡ് കൂടെ അപ്പോൾ ഇങ്ങോട്ട് വെക്കുക. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അതും ശരിയായി. ഇനി അടുത്ത സൈഡ് കൂടെ ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. നമ്മുടെ ക്യൂബ് ഇങ്ങനെ ശരിയായിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.